എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സുസ്വാഗതം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇന്ന് എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ടായി. അതിനുവേണ്ടി ഞാൻ ഒന്ന് പുറത്ത് പോവുകയാണ്. രാവിലെ തന്നെ എന്തോ ഭാഗത്തിന് വെയിലൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ ബസ്സിന് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. വലിയ ചൂടൊന്നും ഉണ്ടായിരുന്നില്ല, വെയിലും ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങ് വിദൂരതയിൽ നിന്ന് എൻ്റെ ഫ്രണ്ട് ജിനി നടന്നു വരുന്നുണ്ട്. ലാസ്റ്റ് വീഡിയോ കണ്ടവർക്കറിയാം, അതാണ് ജിനി. അപ്പോൾ ഞങ്ങൾ രണ്ടുപേരും കൂടി പോകുന്നത് DMart-ലേക്കാണ്, നമ്മുടെ സ്വന്തം സ്ഥലം. അപ്പോൾ അവിടെ ആവശ്യത്തിന് കുറേ ഓഫറും കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാനങ്ങനെ വിപുലീകരിച്ചൊരു വീഡിയോ എടുത്തില്ല, കാരണം DMart വീഡിയോ ഒക്കെ കുറേ ഉണ്ടായിരുന്നു, അതുകൊണ്ട് അങ്ങനെ കാര്യമായിട്ട് എടുത്തില്ല. പിന്നെ എൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് വാട്ടർ ബോട്ടിൽ 21 അതിൻ്റെ അകത്തൊരു കുഞ്ഞ് നോക്കിയിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. മിനി ഇഡ്ഡലി കാണാൻ നല്ല ക്യൂട്ടായിരുന്നു. ഇതിൽ കാണാൻ കുറച്ചുകൂടി വലുതായിട്ട് തോന്നും. നല്ല കുഞ്ഞായിരുന്നു അത്. ഇതിൻ്റെ റേറ്റ് എത്രയോ, പക്ഷേ 599 ആയിരുന്നു. ഞാൻ പിന്നെ എടുത്തതുപോലെ അവിടെ വെച്ചു. പിന്നെ ഇങ്ങനത്തെ കുറേ ഫേസ് ടവലും കാര്യങ്ങളൊക്കെ ഉണ്ടായി. പിന്നെ ഞാൻ കുറേ ഡ്രസ്സല്ല ടീഷർട്ടും ഇങ്ങനത്തെ ഇത് ടീഷർട്ടാണോ ഇങ്ങനത്തെ കുറേ എടുത്ത് ഞാൻ ട്രൈ ചെയ്ത് നോക്കി. അപ്പോൾ ഈ ഒരു ടോപ്പ് ഞാൻ ലാസ്റ്റ് ടൈം DMart പോയപ്പോൾ എടുത്തതായിരുന്നു. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു, നല്ലതായിരുന്നു. പിന്നെ ഞാൻ ഓവർ സൈസ്ഡ് ടീഷർട്ട്സൊക്കെ ഇട്ട് നോക്കി, കാരണം ഈ ചൂടത്ത് പുറത്തിറങ്ങുമ്പോൾ ഇങ്ങനത്തെയാണ് നല്ലത്. പക്ഷേ എന്താ പറയുക, ഞാനൊന്നും എടുത്തില്ല. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഷോപ്പിംഗൊക്കെ കഴിഞ്ഞ് ഞങ്ങളത് ബില്ല് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. പിന്നെ ബില്ലൊക്കെ ചെയ്ത് അവിടെ നിന്ന് നേരെ പുറത്തിറങ്ങി വീണ്ടും ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്തു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടൈം ഏകദേശം 2 മണി എങ്ങനെ കഴിഞ്ഞിട്ടുണ്ടായി. 2 മണി കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. നല്ല വിശപ്പും ഉണ്ടായിരുന്നു. അപ്പോഴേക്കും നല്ല ചൂടും വെയിലും ഒക്കെ വന്നിട്ടുണ്ടായി, കാരണം ഉച്ചയാണല്ലോ. പിന്നെ എവിടെ പോയി ഫുഡ് കഴിക്കുന്നില്ല കൺഫ്യൂഷനിലായിരുന്നു ഞങ്ങൾ. പിന്നെ പോകുന്ന വഴിക്കായിരുന്നു ഭരത് മോൾ കണ്ടപ്പോൾ പിന്നെ ഒന്നും നോക്കില്ല, ചാടി ഇറങ്ങി ബസ്സിൽ നിന്ന് അവിടെ ഇറങ്ങി നേരെ അങ്ങോട്ടേക്ക് പോന്നിച്ചു. അവിടെ ആകുമ്പോൾ ഫുഡ് കോർട്ടൊക്കെ ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പിന്നെ ഞങ്ങൾ അവിടെ ഇറങ്ങി. പിന്നെ വെനസ്ഡേ ആയതുകൊണ്ട് തന്നെ ഈ സൈഡിലൊക്കെ ഇങ്ങനെ പൂവും അതുമൊക്കെ വെക്കുന്നുണ്ട്. വെനസ്ഡേ ആയതുകൊണ്ടാണോ ഡെയിലി ഉണ്ടായിരുന്നത് എനിക്ക് ഓർമ്മയില്ല. അങ്ങനെ ഞങ്ങൾ മോളിലേക്ക് കയറി. നല്ല വിശന്ന് പണ്ടാരടങ്ങിയിരിക്കുകയാണ്. അവിടെ ഫസ്റ്റ് ഫ്ലോറിൽ തന്നെ പബ്ബാസ് ഉണ്ടായിരുന്നു. ആദ്യം അവിടെ കയറാമെന്ന് വിചാരിച്ചു. പിന്നെ ഫുഡ് കോർട്ടാകുമ്പം കുറച്ചും കൂടെ ഓപ്ഷൻ ഉണ്ടാവുമല്ലോ എന്ന് വെച്ചാൽ നേരെ മേളിൽ കയറി ഫുഡ് കോർട്ടിലേക്ക് വിട്ടു. അവിടെ എത്തപ്പോൾ തോന്നി താഴെ പബ്ബാസ് തന്നെ പോകുന്നു. അങ്ങനെ വീണ്ടും താഴേക്ക് വന്ന് ഇറങ്ങി നേരത്തെ പബ്ബാസ് കയറി. നല്ലതായിരുന്നു. അവിടുത്തെ ആംബിയൻസ് ആണെങ്കിലും സർവീസ് ആണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം അടിപൊളിയായിരുന്നു. ഞങ്ങൾക്ക് 2 പേർക്കും ഭയങ്കര ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഓർഡർ ചെയ്ത സാധനം. ഒരു നോർത്ത് ഇന്ത്യൻ കോംബോ, ചോള ഭട്ടൂരി, പുലാവും, പിന്നെ ഈ ഒരു ലസ്സിയും. നല്ല അടിപൊളിയായിരുന്നു, എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അതിൻ്റെ കൂടെ ഒരു സമൂസയും കൂടെ ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഓർഡർ ചെയ്തത്, മെഷീൻ ഗൺ. ഇത് ഞാൻ ഫസ്റ്റ് ടൈമാണ് കഴിക്കുന്നത്. ഇതും നല്ല അടിപൊളിയായിരുന്നു, ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, ഞങ്ങൾ ഓർഡർ ചെയ്ത് എനിക്ക് തോന്നുന്നൊരു 10 മിനിറ്റ് പോലും എടുത്തിട്ടുണ്ടായിരുന്നില്ല, അപ്പോഴേക്ക് തന്നെ ഫുഡ് കിട്ടിയിട്ടുണ്ടായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഇതെന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അവിടെ നിന്നിട്ട്. അവിടുത്തെ ഫുഡിൻ്റെ സൂപ്പറായിരുന്നു, ഒന്നും പറയാനില്ല. ഫുഡ് നല്ല അടിപൊളിയായതുകൊണ്ട് തന്നെ വയറ് മാത്രമല്ല മനസ്സ് നിറഞ്ഞു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അവിടെ തന്നെ സ്മാർട്ട് ഉണ്ടായിരുന്നു, അതിൻ്റെ ഉള്ളിൽ കയറി. ഞാൻ പിന്നെ വീടൊന്നും എടുത്തിട്ടില്ല, 2-3 സാധനങ്ങളെ അവിടെ നിന്ന് വാങ്ങാനുണ്ടായിരുന്നു, കുറച്ച് വെജിറ്റബിൾസ്. അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നേരെ ബസ് സ്റ്റോപ്പിലേക്കുള്ള നടത്തമാണ്. ഇതൊക്കെ വലിച്ചു വാരിയിട്ട് അങ്ങനെ പിന്നെ ബസ്സിൽ കയറി. ഈ വീഡിയോയിൽ അങ്ങനെ കാര്യമായിട്ടൊന്നുമില്ല എന്നറിയാം. പിന്നെ പുറത്തിറങ്ങിയ സമയത്ത് ഒരു കുഞ്ഞു വ്ളോഗ് എടുത്തിടാന്ന് വെച്ചാൽ അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. സോ അത്രേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്.